ഹായ് ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു ഡിഗ്രി പ്രിലിംസ് പരീക്ഷ കൂടി എത്തിയിരിക്കുകയാണ്. മെയ് 24-നാണ് എക്സാം ഡേറ്റ് നിലവിൽ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും കുറെ ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങളുണ്ട്. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ പാസ്സാകാൻ എന്നെ കൊണ്ട് സാധിക്കുമോ, അതിനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം PSCയുടെ പരീക്ഷാ രീതി മാറിയതിനു ശേഷമാണ് ഉദ്യോഗാർത്ഥികളിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അതിനു മുമ്പ് വരെ നമുക്കറിയാം, LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തന്നെ തയ്യാറെടുക്കുമായിരുന്നു. എന്നാൽ ആ ഒരു രീതി ഇന്ന് മാറിയിരിക്കുകയാണ്. ഡിഗ്രിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള പരീക്ഷകൾക്ക് അല്ലെങ്കിൽ SI പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കാത്ത ഒരവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിൽ പ്രധാനമായും കാരണമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ച ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതിന്റെ, ക്വസ്റ്റ്യൻ രീതി മാറിയതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നിലവിലെ ഉദ്യോഗാർത്ഥികൾ, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുള്ള, അല്ല അവരുടെ ചിന്തകളിൽ കയറി പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കുന്നത് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് കാരണവുമുണ്ട്. കാരണം ഇപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന അനേകം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, KS പോലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതും അവരതിൽ ഉന്നത വിജയങ്ങൾ നേടിയെടുക്കുന്നതും. അപ്പോൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണോ നിലവിലെ PSC ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത്? ഒരിക്കലുമില്ല. തീർച്ചയായും അത്തരത്തിലൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റുക. അതുപോലെ തന്നെ ചില ഉദ്യോഗാർത്ഥികൾ പ്രകടിപ്പിക്കുന്ന മറ്റൊരു സംശയമാണ്, പൊളിറ്റി, എക്കണോമിക്സ് പോലെയുള്ള സബ്ജക്റ്റുകൾ UPSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ നിസ്സാരം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഹിസ്റ്ററി പോലുള്ള വിഷയങ്ങളിലൊക്കെ ധാരാളം മാർക്കുകൾ അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ UPSC, PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സാധ്യതകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ സാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഈക്വൽ ആണെന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ കേരള PSCക്ക് പഠിക്കുന്ന കുറെ സബ്ജക്റ്റുകൾ UPSC പരീക്ഷയ്ക്ക് പഠിക്കുന്നില്ല. ആ UPSC പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആധികാരികമായി ആ ഉദ്യോഗാർത്ഥികൾ പഠിച്ചിട്ടുള്ള ചില സബ്ജക്റ്റുകൾ അത്രയും ആധികാരികമായി കേരള PSCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പഠിക്കാറില്ല. അപ്പൊ ഏകദേശം ഈക്വൽ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള ചോദ്യ രീതിയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യ രീതി കൃത്യമായി മനസ്സിലാക്കുകയും വിഷയങ്ങളിൽ ആധികാരികമായുള്ള അറിവ് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വരുന്ന പ്രിലിംസ് പരീക്ഷ പാസ്സാകാനും അത് കഴിഞ്ഞുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷകൾ പാസ്സാകാനും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരു റാങ്ക് ഫെയിൽ വെച്ചല്ല പഠിക്കുന്നത്. ഓരോ വിഷയങ്ങളിലും ആധികാരികമായി അറിവ് നേടാനായി ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അവർ പഠിച്ചു തീർക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ള ലക്ഷ്മികാന്തിന്റെ ദ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകം. ഒരുപക്ഷെ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഈ ഒരു പുസ്തകം പൊളിറ്റി പഠിക്കാനായി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായി ഉപയോഗിക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ഓരോ വിഷയങ്ങൾക്കും ആധികാരികമായ ബുക്ക് വെച്ചാണ് UPSC പരീക്ഷയ്ക്കായി അവർ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, PSC നിലവിൽ ഓരോ ചോദ്യങ്ങളും എടുക്കുന്നത് ഏത് പുസ്തകത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് കൃത്യമായി ആ ചോദ്യങ്ങൾ PSC എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനായി കൃത്യമായ രീതിയിൽ ചോദ്യങ്ങളുടെ ഉറവിടം മനസ്സിലാക്കണം. നിലവിലെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഒരൊറ്റ റാങ്ക് ഫെയിൽ വെച്ചുകൊണ്ട് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. മുമ്പത്തെ PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾ പരിശോധിക്കുമ്പോൾ അതിൽ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായ മേഖലകളായി നമ്മൾ കണക്കാക്കിയിരുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് എന്നീ മേഖലകളാണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലളിതമായി, അതല്ലെങ്കിൽ കുറച്ചുകൂടെ വളരെ ഈസി ആയി നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു മേഖലയായിരുന്നു GK പോർഷൻ എന്ന് പറയുന്നത്. എന്നാൽ അത് ഇന്ന് മാറിയിരിക്കുകയാണ്. GK ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനായി വളരെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഡിഗ്രി ലെവൽ പരീക്ഷകളിലുള്ളത്.
അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് GK ചോദ്യങ്ങൾ പലപ്പോഴും വായിച്ചു മനസ്സിലാക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞു പോയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ, ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പഠിക്കുക, ചോദ്യങ്ങളുടെ രീതി കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് കൂടുതലും ഇപ്പോൾ ചോദിച്ചു കാണുന്നത്. നമുക്ക് ഒരു ഫാക്ട് മാത്രം അറിഞ്ഞാൽ ഒരുപക്ഷെ ആൻസർ ചെയ്യാൻ സാധിക്കില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏത്, 3-4 ഫാക്റ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ 3-4 പ്രസ്താവനകൾ ഉണ്ടാകും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് പലപ്പോഴും നമ്മളെ ഈ പരീക്ഷകളിൽ പിന്നോട്ട് വലിക്കാനുള്ള കാരണമായി മാറുന്നത്. കാരണം അതിലെ 3 ഫാക്റ്റുകൾ നമുക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റ് അറിയാമായിരിക്കും. നാലാമത്തെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് അറിയാത്തതിന്റെ പേരിലായിരിക്കും നമുക്ക് ഒരു മാർക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അവിടെ വീഴുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ എങ്ങനെയാണ്, അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്, ചില സമയങ്ങളിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് അറിയാമായിരിക്കും. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാകും. അത് ചോദ്യം കൃത്യമായി നമ്മൾ പഠിക്കാത്തതിന്റെ പ്രശ്നമാണ്. UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, അവരുടെ ടെസ്റ്റ് സീരീസുകളും ഇല്ലെങ്കിൽ പ്രിലിംസ് പരീക്ഷകളും ഒക്കെ തന്നെ ഈ രീതിയിൽ തന്നെയായിരുന്നു മുമ്പും നടത്തിയിരുന്നത്. അല്ലെ, UPSC മോഡലിലേക്ക് നമ്മുടെ PSC മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ രീതിയിലേക്ക് മാറാൻ ശ്രമിക്കണം. ആ ചോദ്യങ്ങളെ കൂടുതൽ അറിയാൻ ശ്രമിക്കണം. ആ ചോദ്യങ്ങളെ കൂടുതൽ അറിയാനായി മുൻവർഷ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ PSC അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയതിനു ശേഷം നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകളെല്ലാം തന്നെ ചെയ്തു പഠിക്കുക. ഓരോ ചോദ്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് പഠിക്കുക. ആ ചോദ്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയിൽ തയ്യാറെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഓരോ ചോദ്യങ്ങളുടെ ഉറവിടം നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. കഴിഞ്ഞുപോയ ഡിഗ്രി ലെവൽ പരീക്ഷകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ, ഇപ്പം പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന പുസ്തകത്തിൽ നിന്നാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണെങ്കിൽ ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററി എന്ന ബുക്കിൽ നിന്നാണ്. മറ്റ് പല ചോദ്യങ്ങൾ, ഇപ്പൊ ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള മറ്റു ചോദ്യങ്ങൾ SCERT-യിൽ നിന്നും NCERT-യിൽ നിന്നും ചോദിക്കാറുണ്ട്. മറ്റു ചില സബ്ജക്റ്റുകൾക്ക് PSC ഗവൺമെന്റ് ഒഫീഷ്യൽ സൈറ്റുകളിൽ നിന്നാണ് ചോദ്യങ്ങൾ എടുക്കുന്നത്. അത് സെൻട്രൽ ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്നാകാം, സ്റ്റേറ്റ് ഗവൺമെന്റ് സൈറ്റുകളിൽ നിന്നാകാം. അപ്പൊ ഇത്തരത്തിൽ സൈറ്റുകളിൽ നിന്നും ചോദ്യങ്ങൾ ധാരാളം എടുക്കുന്നതായി നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് PSC എടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ വരാൻ പോകുന്ന പരീക്ഷയിലും ഇത്തരത്തിൽ PSC ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ആ ചോദ്യങ്ങളും ഇതേ രീതിയിലായിരിക്കും. ആ ചോദ്യങ്ങൾ വരുന്നത് ഇന്ന മേഖലകളിൽ നിന്നാണ്, ഇല്ലെങ്കിൽ ഇന്ന സോഴ്സിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൈമാണ്. മറ്റ് PSC പരീക്ഷകൾക്ക് നമ്മൾ മാറ്റിവെക്കുന്നതിന്റെ 3 ഇരട്ടി സമയം ഈ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കായി മാറ്റിവെക്കുക. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ ഇനി നിങ്ങൾക്ക് മുമ്പിലുള്ളൂ. ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ആധികാരികമായി തന്നെ പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്നീ സബ്ജക്റ്റുകൾക്ക് കൃത്യമായി പ്രാധാന്യം കൊടുത്തു തന്നെ നിങ്ങൾ മുമ്പോട്ട് പഠിച്ചു പോകുക. ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, മറ്റേതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആയിക്കോട്ടെ, നിങ്ങൾക്കൊപ്പം മത്സരിച്ചാൽ നിങ്ങൾക്കും അവർക്കൊപ്പം തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കും വരാൻ പോകുന്ന പ്രിലിംസ് പരീക്ഷ പാസ്സായി നിങ്ങൾ എഴുതാൻ പോകുന്ന മെയിൻസ് പരീക്ഷ, അത് സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷ ആയിക്കോട്ടെ, SI ആയിക്കോട്ടെ, ആ മെയിൻസ് പരീക്ഷ നിങ്ങളെ കൊണ്ടും പാസ്സാകാൻ സാധിക്കുമെന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പഠനം ഞാൻ പറഞ്ഞ രീതിയിൽ മാറ്റുക. ചോദ്യങ്ങൾ മനസ്സിലാക്കുക, ചോദ്യങ്ങൾ ഉറവിടം കൃത്യമായി മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ആധികാരികമായി പഠിക്കുക. പ്രധാനമായും ഒറ്റ റാങ്ക് ഫെയിലിൽ വിശ്വസിച്ച് മാത്രം നിങ്ങളുടെ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുക. അനേകം പുസ്തകങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ട്, അനേകം മേഖലകൾ പഠിച്ചു തീർക്കാനുണ്ട്. ഈ ഒറ്റ റാങ്ക് ഫെയിൽ കൊണ്ട് മാത്രം നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് GK അല്ലെങ്കിൽ ഈ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക്, അതല്ലെങ്കിൽ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വരുന്ന GK ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് ആദ്യം ചോദ്യത്തെ മനസ്സിലാക്കുക. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സോഡിയക് PSC പബ്ലിക്കേഷൻ വരാൻ പോകുന്ന
പ്രിലിംസ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഒരു ബുക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും, ചോദ്യങ്ങളുടെ ഘടന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട PSC ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ഫാക്റ്റുകളും അല്ലെങ്കിൽ എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും സാധിക്കും. കാരണം അനുബന്ധ വസ്തുതകളായിട്ട് അനേകം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SCRT NCRT ഫാക്റ്റിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പോയിന്റ്സും ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടും. മാത്രമല്ല സോഴ്സ് അറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്, ഓരോ ചോദ്യങ്ങളുടെ സോഴ്സ് കണ്ടെത്തുക എന്നത്. അപ്പൊ നിലവിൽ എന്തായാലും ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് കൂടിയാണ് സോഡിയാക് PSC പബ്ലിക്കേഷന്റെ ഈ ഒരു ബുക്ക് എന്ന് പറയാൻ സാധിക്കും. നിലവിൽ മറ്റൊരു ബുക്കും അവൈലബിൾ അല്ല. കാരണം ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യം അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ ബുക്ക് തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഏറ്റെടുത്ത സോഡിയാക് PSC പബ്ലിക്കേഷന്റെ റിസർച്ച് വിങ് അത് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ പുസ്തകം തയ്യാറാക്കിയ റിസർച്ച് ടീമിലുണ്ടായിരുന്ന പല ഉദ്യോഗാർത്ഥികളും ഇന്ന് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പല ഉയർന്ന സ്ഥാനത്തും ജോലി ചെയ്ത് വരികയാണ്. കാരണം കഴിഞ്ഞ ലിസ്റ്റുകളിൽ പ്രവേശിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഡിയാക് അക്കാഡമി ഈ ഒരു റിസർച്ച് ടീം തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. സോ തീർച്ചയായും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഗുണപ്രദമായിരിക്കും എന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. സോ ആവശ്യമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റ് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.